ഇനിയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസും മൊബൈൽ സംബന്ധമായ ടിപ്സുകളും യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകും. ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരികയാണ്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ സൂക്ഷിച്ച് തന്നെ ഉപയോഗിക്കുക. കാരണം ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഫോണിന് എന്തെങ്കിലും ഡാമേജ് വരികയാണെങ്കിൽ, അതായത് നിങ്ങളുടെ സ്ക്രീൻ പൊട്ടി വീഴുക അങ്ങനെ തുടങ്ങി എന്തെങ്കിലും ഡാമേജ് വരികയാണെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. പക്ഷേ ഇതൊരു നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ ലോക്കറാണ്. നമ്മുടെ ഫോണിലുള്ള ഏതൊരു ആപ്ലിക്കേഷനും ലോക്ക് ചെയ്ത് വയ്ക്കുവാനുള്ള ഏറ്റവും കിടിലം ഒരു ആപ്ലിക്കേഷനാണിത്. ഈ ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ മറ്റു ഫീച്ചേഴ്സുകൾ എന്തെല്ലാമെന്നൊക്കെ ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് തന്നെ കാണിച്ചു തരാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ പ്രൈവസി നൈറ്റ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും ആദ്യം ലഭ്യമാകുക. അതിൽ നിങ്ങൾക്കൊരു പാറ്റേൺ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഞാനൊരു പാറ്റേൺ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഒരു കൺഫേം പാറ്റേൺ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഫോണിൻ്റെ ഏകദേശം എല്ലാ ആപ്ലിക്കേഷനുകളും ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ അതിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ആപ്ലിക്കേഷൻ ലോക്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സ്കിപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനാണോ ലോക്ക് ചെയ്ത് വയ്ക്കേണ്ടത് ആ ആപ്ലിക്കേഷന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് വാട്സപ്പും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു പെർമിഷൻ ചോദിക്കും. അതായത് നിങ്ങളുടെ ഫോണിൻ്റെ യൂസേജ് ആക്സസ് പെർമിഷനാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് നിങ്ങൾ ടേൺ ഓൺ എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് ഗോ ഇറ്റ് എന്ന ഓപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വിത്ത് യൂസേജ് ആക്സസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് താഴെയായിട്ട് പ്രൈവസി നോസ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. പ്രൈവസി നൈറ്റ് എന്ന ആപ്ലിക്കേഷൻ. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ആ യൂസേജ് ആക്സസ് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും നേരത്തെ നിങ്ങൾ സെലക്ട് ചെയ്ത ആ പാറ്റേൺ ലോക്കായിരിക്കും ചോദിക്കുക. ആ പാറ്റേൺ ലോക്ക് വീണ്ടും അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ ആപ്ലിക്കേഷനിലേക്ക് കടക്കുകയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷനുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ വാട്സപ്പ് സെലക്ട് ചെയ്തു. ഞാനിപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് കൂടി ഞാൻ സെലക്ട് ചെയ്യാനും. അതിനുശേഷം നിങ്ങൾക്ക് മുകളിലായിട്ട് അൺലോക്ക് മെത്തേഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 3 ഓപ്ഷനുകൾ ഇവിടെ കാണാൻ സാധിക്കും. പാറ്റേൺ പിൻ ലോക്ക്, അതുപോലെ തന്നെ ഫേസ് അൺലോക്ക്, അതുപോലെ തന്നെ ഡിസ്കേസ് കവർ ലോക്ക് തുടങ്ങിയ 3 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് പാറ്റേൺ പിൻ ലോക്കൊക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്ത് മടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് മറ്റു ഫീച്ചേഴ്സുകൾ നോക്കാം. ഫേസ് അൺലോക്ക് അതിനെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. അതല്ല നമ്മുടെ ഉദ്ദേശം. നമുക്ക് വേണ്ടത് മൂന്നാമതായിട്ടുള്ള ഡിസ്കേസ് കവർ ലോക്ക് എന്നുള്ള ഒരു ഓപ്ഷനാണ്. നിങ്ങൾ അതിൻ്റെ സെറ്റിംഗ്സ് എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 ഫീച്ചേഴ്സുകൾ ഇവിടെ കാണാൻ സാധിക്കും. ക്രാഷ് കവർ, ഷേക്ക് കവർ, ബ്ലോക്ക് കവർ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഷേക്ക് കവർ എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. ഞാൻ അതിൽ സെലക്ട് ചെയ്ത് എനേബിൾ ചെയ്യുന്നു. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഏതൊരു ആപ്ലിക്കേഷനും ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ ശക്തിയായിട്ട് ഷേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ ഫോൺ ശക്തിയായിട്ട് ഷേക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും എൻ്റെ ഗ്ലാസ് സ്ക്രീൻ പൊട്ടുന്ന ഒരു സൗണ്ടോട് കൂടി ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. അപ്പോൾ ഞാൻ അതിന് മുന്നാടിയായിട്ട് നിങ്ങൾക്ക് സെറ്റിങ്സിൽ ചെറിയൊരു ചേഞ്ചസ് കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ സെറ്റിങ്സ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെയായിട്ട് ലോക്ക് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ലോക്സ് വെനെവർ സ്ക്രീൻ ഓഫ്, നിങ്ങളുടെ സ്ക്രീൻ ഓഫ് ആകുമ്പോൾ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലോക്ക് ആവണോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോൾ ആപ്ലിക്കേഷനുകളിൽ നിന്ന് പുറത്ത് കടക്കുമ്പോൾ അപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ ലോക്ക് ആവണോ എന്നുള്ളതാണ്. ഞാനിപ്പോൾ ലോക്ക് വെനെവർ ലീവിങ് എപ്പോൾ ഞാൻ ആപ്ലിക്കേഷനിൽ നിന്ന് പുറത്ത് കിടക്കുന്നു അപ്പം തന്നെ എൻ്റെ ആപ്ലിക്കേഷൻ ലോക്ക് ആവുന്നതാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് നോക്കാം. ഞാൻ ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ ജസ്റ്റ് എൻ്റെ വാട്സപ്പ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വാട്സപ്പ് ഓപ്പൺ ആകുമ്പോൾ എനിക്ക് ഇതൊരുപോലെ ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. എനിക്ക് എൻ്റെ വാട്സപ്പ് ഓപ്പൺ ആവുകയില്ല. വാട്സപ്പ് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഫോൺ ശക്തിയായിട്ട് ഷേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. എൻ്റെ ഫോൺ ഞാൻ ശക്തിയായിട്ട് ഷേക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ സ്ക്രീൻ പൊട്ടുന്നത് പോലുള്ള സൗണ്ടോട് കൂടി എൻ്റെ വാട്സപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ലോക്ക് ചെയ്ത എൻ്റെ ഫേസ്ബുക്ക് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്താലും എനിക്ക് ഇതേപോലുള്ള സ്ക്രീനായിട്ട് വരുന്ന ഫേസ്ബുക്ക് ഓപ്പൺ ആവുകയില്ല. ഫേസ്ബുക്ക് ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ ശക്തിയായിട്ട് ഷേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ ഫേസ്ബുക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തീർത്തും സൂക്ഷിച്ച് തന്നെ യൂസ് ചെയ്യുക. നിങ്ങൾ ഷേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ നിന്നും ഫോൺ സ്ലിപ്പാവുകയാണെങ്കിൽ തറയിൽ വീണു യഥാർത്ഥത്തിൽ തന്നെ നിങ്ങളുടെ ഫോൺ പൊട്ടുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സ്ക്രീൻ പൊട്ടുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് യൂസ് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ഫീച്ചേഴ്സുകൾ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ഈ പറഞ്ഞ കാണിച്ചിരിക്കുന്നത് പോലുള്ള പ്രൈവസി നെസ്, അത് സ്വൈപ്പ് ചെയ്ത് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ അൺലോക്ക് ചെയ്യാനുള്ള ഒരു ഫീച്ചർ കൂടിയുണ്ട്. ഇതാകുമ്പോഴത്തേക്കും വളരെ സൂക്ഷിച്ച് നമുക്ക് വളരെ ഡേഞ്ചറായിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്ക് സ്വൈപ്പ് ചെയ്ത് തന്നെ ആപ്ലിക്കേഷനുകൾ അൺലോക്ക് ചെയ്യാനുള്ള ഒരു ഫീച്ചറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്ന പ്രതീക്ഷയോടുകൂടി ടെക് ടീംസ് അർജുൻ.